ഹായ് ഗായ്സ്, മേക്കർ ക്യൂവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സ്മോക്കിംഗ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഡ്രാഗൺ ബ്രെത്ത് സ്മോക്കിംഗ് ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ വീഡിയോ, ഇങ്ങനെ ബിസ്ക്കറ്റ് തിന്നുമ്പോൾ മൂക്കിൽ നിന്ന് വായെന്നൊക്കെ പുക വന്നത്. ആ സെയിം സാധനമാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇതിനായിട്ട് എടുത്തേക്കണ ബിസ്ക്കറ്റ് ഓറിയോ പാർലേജിയാണ്, പിന്നെ ലിക്വിഡ് നൈട്രജൻ എടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ സാധനം. ഇത് വെച്ചാണ് ഈ ബിസ്ക്കറ്റ് തണുപ്പിച്ച് സ്മോക്ക് വരുത്താൻ പോകുന്നത്. ലിക്വിഡ് നൈട്രജൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ഗ്യാസ് തണുപ്പിച്ച് ലിക്വിഡ് ആക്കിയേക്കാനാണ്. ഇതിൻ്റെ തണവ് എന്ന് പറഞ്ഞാൽ -196 ആണ്. അത്ര ഭയങ്കര തണവാണത്. അത്രയ്ക്കും തണവായതുകൊണ്ടാണ് ഈ സ്മോക്ക് വരാൻ കാരണം. ആദ്യം ഞാൻ ഈ ലിക്വിഡ് നൈട്രജൻ ഈ പാത്രത്തിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് പാർലേജ് ബിസ്ക്കറ്റാണ്. നമുക്ക് പാർലേജ് ബിസ്ക്കറ്റിനകത്തേക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് തണുപ്പിച്ച് 196 ആക്കി ഉണ്ടാവും. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. നല്ല തണുത്ത് ആടായിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. കണ്ട കട്ട സ്മോക്കാണ്. എടാ വാടാ തിന്നോക്ക്. തിന്നാൻ പോയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇട്ടത് പാർലേജിനാണ്. നമുക്ക് ഇനി ഓറിയോ ഇട്ട് നോക്കാം. ഓറിയോ ഇട്ട് നമുക്ക് കുറച്ചും ടേസ്റ്റ് ആവുന്നതാണ്. വാടാ കഴിച്ചു. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. തണുത്ത ഒരു ക്രിസ്പായിട്ടുള്ളൊരു ഓറി കഴിക്കണമല്ലോ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ നൈട്രജൻ ശ്വസിക്കണതുകൊണ്ടോ ഉള്ളി ചെല്ലണതുകൊണ്ടോ കുഴപ്പമൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നൈട്രജൻ ഗ്യാസാണ്. ഇപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ 78% നൈട്രജനാണ്. ഇതിൻ്റെ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണവാണ്. -196 ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഡേഞ്ചർ. ഇത് നമ്മ കടിച്ചിറക്കുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ വായിലിട്ട് ചവയ്ക്കുമ്പോഴേക്കും അതിൻ്റെ തണവ് പോയിട്ടുണ്ടാവും. എൻ്റെ വയറ്റിലേക്ക് അങ്ങനെ ലിക്വിഡ് നൈട്രജനായിട്ട് എത്തൂല. പിന്നെ ഈ പുക വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൈട്രജൻ ഗ്യാസ് ബോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലിക്വിഡിൽ നിന്ന് ഗ്യാസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്യാസിന് നല്ല തണവായിരിക്കുള്ളൂ. ഈ ഗ്യാസ് പിന്നെ മുകളിലേക്ക് വരുമ്പോഴും അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യാനാണ് ഈ കാണുന്നത്. ഈ അന്തരീക്ഷത്തിലുള്ള വെള്ളം കണ്ടൻസായിട്ട് കാണാനാണ് ഈ സ്മോക്ക് പോലെ കാണുന്നത്. അതാണ് ഈ സ്മോക്ക്. അല്ലാണ്ട് നൈട്രജൻ ഗ്യാസിന് കളറൊന്നുമില്ല. സോ നമ്മളിപ്പോൾ ഓറിയോ സെറ്റായിട്ട് നമുക്ക് ഇനി ഇത് വെച്ച് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള സാധനങ്ങളില്ലാത്തതുകൊണ്ടും എനിക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടും ഐസ്ക്രീം ഉണ്ടാക്കിയാൽ വേറെ വല്ലതാവണതുകൊണ്ടും ഞാൻ ഐസ്ക്രീം അതുകൊണ്ട് ഒരു കിലോൻ്റെ വാങ്ങി ഞാൻ കുറച്ച് നേരം മെൽറ്റ് ചെയ്യാനിട്ട് ഇപ്പോൾ ലിക്വിഡായി പുറത്ത് വെച്ചുകൊണ്ട് നമുക്കിനി ഇത് വെച്ച് ഐസ്ക്രീം ബോൾസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാത്രത്തിലേക്ക് ലിക്വിഡ് നൈട്രജൻ ഒഴിക്കുകയാണ്. ഈ പാത്രത്തിൻ്റെ നിറച്ചൊഴിച്ചാലും ഒരു ഇത്തിരി നേരം കൊണ്ട് തീർന്നു സാധനം. ഒരു സ്കൂപ്പ് എടുക്കുകയാണ് സാധനം.
ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് ഇടുകയാണ്. മാക്സിമം ചെറിയ ഡ്രോപ്പായിട്ട് ഇടാൻ നോക്കണം, അത് അല്ലെങ്കിൽ കൂട്ടി വിട്ടും. ഇപ്പോൾ കട്ടായിട്ടുണ്ട്, നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് മറ്റേ സാധാ ഐസ്ക്രീമിൻ്റെ പോലെ അല്ല, ഇത്തിരി ടെക്സ്ചറൊക്കെ വ്യത്യാസമുണ്ട്. ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ ശരിക്കും. ഇതിൻ്റെ ഒരു ആ തണവ് ഒരു എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു മിഠായിയുടെ ഒക്കെ പോലെ ഇതായി. അതിന് തണവ് കൂടിയിട്ടാണെന്നാണ് ഒരു പ്രത്യേക ടേസ്റ്റായി. അത് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇതുവരെ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഐസ്ക്രീം ബോൾസാണ് ഉണ്ടാക്കി. നമുക്ക് ഇനി ഈ ഐസ്ക്രീം വെച്ചും കൊണ്ട് ഓറിയോ മിക്സ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഈ ഐസ്ക്രീം തന്നെ ഉപയോഗിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാം, മറ്റേ സിറപ്പും ഇതൊക്കെ ക്രീമൊക്കെ വെച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ ഈ ഐസ്ക്രീം തന്നെ എടുക്കണത്, സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഓറിയോ പൊടിച്ചെടുക്കാൻ പോകണേണ്. പൊടിച്ചെടുത്തിട്ട് ഇത് ലിക്വിഡായിട്ട് നല്ല മുക്കിയിടും. അപ്പോൾ അതിങ്ങനെ ഹാർഡായിട്ട് ഇങ്ങനെ ക്രിസ്പായിട്ട് ഇങ്ങനെ ഇരുന്നോളും. എന്നിട്ട് അതിന് ശേഷം ഇതിനകത്ത് തന്നെ ഇരിക്കുക. എന്നിട്ട് ഇതിനകത്ത് ഐസ്ക്രീം ഇട്ട് ഇളക്കി തുടങ്ങും. ഇളക്കി കഴിഞ്ഞ് കുറച്ച് ഹാർഡായി തുടങ്ങുമ്പോൾ ഈ ഫ്രോസൺ ആയിട്ടുള്ള ഓറിയോ ഇതിനകത്തേക്ക് ഇടും. എന്നിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഓറിയോൻ്റെ ക്രിസ്പ് നഷ്ടപ്പെടാണ്ട് ഈ ഐസ്ക്രീമിനും ആ ക്രിസ്പ് അങ്ങനെ പാടാൻ, അതാണ് പ്ലാൻ. സോ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഓറിയോ ഇട്ടിട്ടുണ്ട്, നമുക്ക് ഇനി ഇത് പൊടിക്കാം. ഇതിനകത്തേക്ക് ലിക്വിഡ് നട്ട്സിന് ഒഴിക്കണം. ലിക്വിഡ് നട്ട്സ് ഇട്ട് വെച്ചേക്കാണ്. ഒരു സ്റ്റീൽ പാത്രം എടുത്താണ്ട് ഈ സ്റ്റീൽ പാത്രത്തിൽ ഐസ്ക്രീം ഇട്ട് നമുക്കിത് തണുപ്പിച്ച് തുടങ്ങാം. ഞാനിപ്പോൾ ഐസ്ക്രീം എടുക്കുകയാണ്. ഇതിപ്പോൾ ലിക്വിഡായിട്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇതിനകത്തേക്ക് ലിക്വിഡ് നട്ട്സിന് ഒഴിക്കാൻ വേണം. ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ഹാർഡായി തുടങ്ങി നമുക്ക് ഇതിനകത്തേക്ക് ഓറി വിടാം. ഇതിനകത്തേക്ക് ഇനി ഓറി വിടാം. ഒരു വേറൊരു സാധാ ഐസ്ക്രീം പോലെ അല്ല, വേറെ വേണ്ട, അടിപൊളി നല്ല പൊടി പൊടി പോലത്തെ ഇതായി. ഇങ്ങനെ നമുക്ക് ലിക്വിഡ് നട്ട്സ് ഇല്ലാണ്ട് ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, ഐസ്ക്രീം പൗഡർ പോലെ ഒരു പ്രത്യേക ഇതായി തിന്നാൻ പോവാണ്. ഇതേപോലെ ഇങ്ങനെ കിട്ടൂല ഐസ്ക്രീം പൗഡർ രൂപത്തിൽ. കണ്ടോ, ഒരു വേറെ ടേസ്റ്റാണ് ഇനി. പിന്നെ ആ ഓറിയോടെ ക്രിസ്പും പോയിട്ടില്ല. കണ്ടോ, ഇപ്പോഴും ആ ക്രിസ്പായിട്ടിരിക്കണേ. ഇപ്പം നമ്മൾ ഓറിയോ വെറുതെ ഐസ്ക്രീമിൽ ഇടുകയാണെങ്കിൽ ഓറിയോ ഇപ്പം കുതിർന്നു, ഇപ്പോഴും ഇത് ക്രിസ്പായിട്ടിരിക്കണം ഇതിൻ്റെ തണവ് കൊണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടിപൊളിയാണ്. ഇപ്പം എനിക്ക് ഔട്ട്രോ പറയാനുള്ള ക്ഷമയും കൂടി ഇല്ല, ഇത് തിന്ന് തീർക്കാനാണ് തോന്നുന്നത്. സോ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പ് ലിക്വിഡ് നട്ട്സിനെ വെച്ചൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. So, see you on the next video.
this is